ഏവർക്കും നമസ്കാരം. ഭാരതദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഗുരുലീല മലയാളം, അതായത് കരുണയുടെ അവതാരം എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ധന്യയുടെ അനുഭവങ്ങളാണ് ഇതിൽ വിവരിച്ചിട്ടുള്ളത്. ഗുരു കടാക്ഷത്തിൻ്റെ ധന്യനിമിഷങ്ങൾ എന്നാണ് ഇതിൻ്റെ തലക്കെട്ട്. ഒരു അഡ്വക്കേറ്റായ ധന്യ തൻ്റെ ജീവിതത്തിലെ വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ബാബയും മോഹൻജിയും തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്ന് വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പലപ്പോഴും പലരും പരാതി പറയുന്ന ഒരു കാര്യമാണ് ഭക്തി വർദ്ധിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ബാബയുടെ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്തെത്തിയതിന് ശേഷം ജീവിതത്തിലെ പരീക്ഷണങ്ങൾ കൂടുതലായി വന്നു എന്ന്. ഈ ഒരു കാര്യം ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു പാതയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പല ജന്മങ്ങളിലെ കർമ്മഫലങ്ങൾ ഒരുമിച്ച് അനുഭവിച്ചു തീർത്ത് മുക്തിയുടെ പാതയിലൂടെ അതിവേഗം നമ്മളെ നടത്തിക്കുവാനാണ് ഗുരുക്കന്മാർ ശ്രമിക്കുന്നത് എന്ന്. മറ്റൊരിക്കൽ സത്യസായി ബാബ തൻ്റെ ശിഷ്യനോട് പറയുന്ന ഒരു കാര്യം ഞാൻ കാണുകയുണ്ടായി. അതിൽ പറഞ്ഞത്, നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടം വരുമ്പോൾ ബാബ അതിനു മുൻപായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ്. കാരണം നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ, സുകർമ്മങ്ങളുടെ ബാങ്ക് ബാലൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, വെല്ലുവിളികൾ വരുന്നതിന് മുൻപായി തന്നെ ബാബ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും നിങ്ങളുടെ കൂടെ നടക്കുകയും നിങ്ങൾക്ക് ധൈര്യം പകർന്നു കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന്. ഗുരുവിലുള്ള വിശ്വാസം കൊണ്ട് ഏത് തരം വെല്ലുവിളിയെയും നേരിടാൻ കഴിയുമെന്നുള്ളത് പല ഭക്തർക്കും അനുഭവമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. നമുക്ക് ധന്യയുടെ അനുഭവത്തിലേക്ക് കടക്കാം. ഞാൻ ധന്യ. എൻ്റെ അനുഭവങ്ങൾ എങ്ങനെ കൃത്യമായി പറയണമെന്ന് അറിയില്ല. എന്നാൽ പോലും എൻ്റെ 2-3 അനുഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പങ്കുവയ്ക്കാം. 7-8 മാസം മുൻപാണ് ഇത് നടക്കുന്നത്. ആ സമയത്ത് ഞാൻ മാനസികമായി വല്ലാത്ത ബുദ്ധിമുട്ടിലായിരുന്നു. കുടുംബ പ്രശ്നങ്ങളും മറ്റുമായി വീർപ്പുമുട്ടിയ അവസ്ഥയിൽ എങ്ങനെയെങ്കിലും പാലക്കാട് നിന്ന് UK പോകുക എന്നതായിരുന്നു എൻ്റെ ആവശ്യം. കാരണം ഈ പ്രശ്നങ്ങൾക്കിടയിൽ വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒന്നുകിൽ സന്യാസത്തിന് പോകുക, അല്ലെങ്കിൽ UK എത്തിപ്പെടുക. അതായിരുന്നു ഒരു പോകും വഴി. അതിനായി ഞാൻ IELTS പരീക്ഷ എഴുതുകയുണ്ടായി. എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണോ അതോ അപ്പോഴത്തെ എൻ്റെ മാനസിക അവസ്ഥ കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് വേണ്ട സ്കോർ ലഭിച്ചില്ല. ഞാൻ മാനസികമായി തകർന്നു. മുന്നോട്ട് ഒരു വഴിയുമില്ലാതെ നിന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ പോലും ആ അവസ്ഥയിൽ അവിടെ നിന്ന് പോകുക ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്തായിരുന്നു കൃഷ്ണ ടീച്ചറിൽ നിന്നും മോഹൻജിയെ പറ്റിയും ഗ്രൂപ്പിനെ പറ്റിയും അറിഞ്ഞത്. ഇതിനോടകം ദീപചേച്ചിയുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസും കണ്ടിരുന്നു. അങ്ങനെ മോഹൻജിയെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിലും അത്രയ്ക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു. സത്യസായി ബാബയെക്കുറിച്ച് അറിയാമെങ്കിലും ബാബയുമായി അത്രയ്ക്ക് അടുപ്പമില്ലായിരുന്നു. അങ്ങനെ തകർന്നു നിന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഗ്രൂപ്പിൽ ചേരുന്നത്. പിന്നീട് അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര അത്ഭുതങ്ങളാണ് നടന്നിട്ടുള്ളത്. ഓരോ നിമിഷവും ഞാൻ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പിൽ ചേർന്നു, മെഡിറ്റേഷൻ ആരംഭിച്ചു. തുടർച്ചയായി ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം പാലക്കാട് വച്ച് കൊട്ടേക്കാട് ബാങ്കിലേക്ക് പോകവേ വഴിതെറ്റി എത്തിച്ചേർന്നത് അവിടെയുള്ള സായിബാബ ക്ഷേത്രത്തിലായിരുന്നു. ആ ബാങ്ക് പോയി പരിചയമുള്ള സ്ഥലമായിരുന്നിട്ടുകൂടി അന്ന് എന്നെ വഴിതെറ്റിച്ച് അവിടേക്ക് വിളിച്ചത് ബാബ തന്നെയാണ് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഉച്ച കഴിഞ്ഞ സമയമായിരുന്നു. അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല പ്രായമുള്ള ഒരാൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. എനിക്ക് അയാൾ ബാബയായിട്ടാണ് അനുഭവപ്പെട്ടതും തോന്നിയതും. അദ്ദേഹം വന്ന് എനിക്ക് ഒരു താക്കോൽ തരികയും സ്റ്റോറിൽ നിന്നും വേണ്ടത് എന്തെന്നാൽ എടുത്തോളൂ എന്ന് പറയുകയും ചെയ്തു. ഞാൻ അവിടെ പോയി 1-2 സാധനങ്ങൾ എടുത്തു. വിലപിടിപ്പുള്ള സാധനങ്ങൾ പലതും അവിടെ ഉണ്ടായിരുന്നു. എന്നിരിക്കെ എന്ത് വിശ്വാസത്തിലാണ് അദ്ദേഹം എനിക്ക് താക്കോൽ തന്നത് എന്നത് അറിയില്ല. പിന്നീട് അവിടെ GPay ഉണ്ടെന്നും ചെയ്തോളാനും പറഞ്ഞു. ഇതെല്ലാം എനിക്കൊരു അതിശയമായിരുന്നു. തികച്ചും അപരിചിതയായ എന്നെ എന്തിൻ്റെ പേരിലാണ് ഇത്രയും വിശ്വാസത്തോടെ ഒരു താക്കോൽ ഏൽപ്പിച്ചത് എന്ന് മനസ്സിലായില്ല. സായി സച്ചരിതവും ഒരു കീച്ചെയിനും വാങ്ങി ഞാൻ മടങ്ങി. ബാബ എൻ്റെ കൈപിടിച്ച് നടത്തുകയാണ് എന്ന് എനിക്കുറപ്പായിരുന്നു. ജീവിതത്തിലെ ആദ്യ അനുഭവമായിരുന്നു ഇത്. പിന്നീട് വീണ്ടും IELTS പരീക്ഷ എഴുതണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് ഞാൻ ബാബയോട് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് എല്ലാ വ്യാഴാഴ്ചയും ഞാൻ അമ്പലത്തിൽ പോയി തുടങ്ങി. ഒരു വ്യാഴാഴ്ച ദിവസം അവിടെ ഏജൻസി നടത്തുന്ന ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് ഈ പരീക്ഷയ്ക്കായി പഠിക്കാൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. ഇത് ബാബ എനിക്ക് തന്ന ഒരു അടയാളമായി ഞാൻ ഉറപ്പിച്ചു. അത്ര എളുപ്പമായിരുന്നില്ല ഇത്. എനിക്ക് ഏകാഗ്രത തീരെയില്ലായിരുന്നു.
പലപ്പോഴും അവൻ പറയുന്നത് മനസ്സിലാകാതെ നാണം കെട്ടുനിന്നു. 2 PG ഉള്ള ഞാൻ ഒരു വാചകം പോലും പറയാൻ പറ്റാതെ ആ 22 വയസ്സുകാരൻ പയ്യന്റെ മുന്നിൽ നിന്നു. എൻ്റെ കോംപ്ലക്സ് കൊണ്ടും മറ്റും വല്ലാതെ തോന്നി. ക്ലാസ്സിന് ശേഷം ഞാൻ നേരെ ബാബയുടെ ക്ഷേത്രത്തിലേക്കാണ് പോയത്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ വിഷമം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അവിടെ ആരതി നടക്കുകയായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ ബാബയുടെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം അവിടെയുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അടുത്ത ദിവസം കോയമ്പത്തൂരിൽ വച്ചായിരുന്നു എൻ്റെ പരീക്ഷ. ഞാൻ പരീക്ഷ എഴുതി. എനിക്ക് കിട്ടില്ല എന്നായിരുന്നു ഞാൻ കരുതിയത്. തലേ ദിവസം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുകയും അതിനു വേണ്ട പ്രാർത്ഥനകൾ ലഭിക്കുകയും ചെയ്തിരുന്നു. തിരിച്ചു പോരവേ എനിക്ക് ഇത് ബാബ തരും എന്ന് വിശ്വസിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു വ്യാഴാഴ്ച പരീക്ഷയുടെ റിസൾട്ട് വരികയും എനിക്ക് ആവശ്യമായ സ്കോർ കിട്ടുകയും ചെയ്തു. അങ്ങനെ കിട്ടില്ല എന്ന് ഉറപ്പിച്ച ഒരു കാര്യം ബാബയായിട്ട് എനിക്ക് തന്നു. ഇനി എനിക്ക് ഓർമ്മ വന്ന മറ്റൊരു അനുഭവം. എനിക്ക് IELTS കിട്ടിയ സമയത്ത് ഒരു വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ വരുന്നവർക്ക് ലഡു കൊടുക്കാമെന്നും അന്നദാനം നടത്താമെന്നും വിചാരിച്ചു. ഗുരുപൂർണിമയുടെ അന്ന് അന്നദാനം നടത്താൻ ഒരാളുടെ ഒഴിവുണ്ടെന്നും ബുക്ക് ചെയ്തോളാനും പറഞ്ഞു. തൊട്ടടുത്ത വ്യാഴാഴ്ച ഞാൻ വീട്ടിൽ തന്നെ ലഡു ഉണ്ടാക്കി. മുൻപൊരിക്കൽ ഞാൻ 201 ലഡു രമണ മഹർഷിയുടെ ആശ്രമത്തിൽ കൊടുത്തിരുന്നു. അതിൻ്റെ അനുഭവത്തിൽ ഞാനും അമ്മയും ഒരു ബന്ധുവും കൂടി ലഡു ഉണ്ടാക്കി. പക്ഷേ പച്ചക്കർപ്പൂരം കൂടിപ്പോയി. ബാബ അത് ശരിയാക്കി തരുമെന്നറിയാമായിരുന്നു. അതുപോലെ തന്നെ അവസാനത്തെ ലഡു ഉരുട്ടി ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല രുചിയുണ്ടായിരുന്നു. കൂടാതെ അതിശയമെന്നോണം കൃത്യം 501 ലഡു ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ അനുഭവമായിരുന്നില്ല. അങ്ങനെ ഞാനുണ്ടാക്കിയ ലഡു എല്ലാവർക്കും വിതരണം ചെയ്തു. ഗുരുപൂർണിമയുടെ അന്ന് അന്നദാനവും നടത്തി. എനിക്ക് അവിടെ നിന്ന് ബാബയുടെ പൊന്നാട അണിയിച്ചത് കിട്ടി. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരുന്നു. മിറാക്കിൾ മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ അംഗമാവാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായി കരുതുന്നു. മോഹൻജിയുടെ ധ്യാന പദ്ധതികൾ, ഗായത്രി, സത്സംഗം എന്നിവയെല്ലാം ആ ഗ്രൂപ്പിൽ നിന്നും ലഭിക്കുന്നത് എൻ്റെ പുണ്യമായി കരുതുന്നു. പിന്നീടും ജീവിതത്തിൽ ബാബയുടെയും ഗുരുവിൻ്റെയും അനുഗ്രഹങ്ങൾ പല വിധത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ചിലതുകൂടി പങ്കുവയ്ക്കാം. സായി സച്ചരിതം ഒരു സപ്താഹം കൊണ്ട് വായിച്ചു തീർക്കുവാൻ ഞാൻ തീരുമാനിച്ചു. വായന പൂർത്തിയാക്കിയ എനിക്ക് ഒരു ആഗ്രഹം സാധിപ്പിച്ചു തരാമോ എന്ന് ബാബയോട് പ്രാർത്ഥിച്ചു. എനിക്ക് പ്രാർത്ഥിക്കുവാൻ ബാബയുടെ ഒരു പ്രതിമ ആരെങ്കിലും സമ്മാനമായി തരണേ എന്നായിരുന്നു എൻ്റെ ആവശ്യം. എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത കാര്യമായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ സമ്മാനം തരുന്ന കൂട്ടുകാർ ആരും എനിക്കില്ലായിരുന്നു. ഞാൻ സപ്താഹം വ്യാഴാഴ്ച പൂർത്തിയാക്കി. വെള്ളിയാഴ്ച എൻ്റെ ഭർത്താവിൻ്റെ കസിൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ എനിക്ക് മഹാവതാർ ബാബാജിയുടെ ഒരു പ്രതിമ സമ്മാനമായി നൽകി. ഷിർദി ബാബയുടെ പ്രതിമ ആഗ്രഹിച്ച എനിക്ക് മഹാവതാർ ബാബാജിയുടെ പ്രതിമയാണ് കിട്ടിയത്. ഗുരുക്കന്മാരെല്ലാം ഒന്നാണെന്ന സത്യം ബാബ എനിക്ക് കാണിച്ചു തന്നു. ബാബയുടെ സച്ചരിതം കുറച്ചു പേർക്ക് സമ്മാനിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരു വ്യാഴാഴ്ച അത് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ബാബയുടെ അനുഗ്രഹം കൊണ്ട് ഒരു മാസം കുറേ പേർക്ക് വാങ്ങിച്ചു കൊടുക്കുവാൻ എനിക്ക് സാധിച്ചു. ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമുണ്ടായില്ല. എൻ്റെ മറ്റൊരു അനുഭവം പറയാം. ഗുരുവിൻ്റെ കൃപയാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ധ്യാനവും ബാബയുടെ അനുഗ്രഹവും അനുഭവിച്ചറിഞ്ഞു. ഗുരുവും ബാബയും ഒന്നായി നിന്ന് എനിക്ക് വേണ്ട ഓരോ കാര്യങ്ങളും അനുകൂലമാക്കി തന്നു. UK യാത്ര പഠനാവശ്യത്തിന് ഞാൻ പോകാൻ തയ്യാറെടുക്കുകയും ഡോക്യുമെൻറ്റുകൾ ശരിയാക്കുന്ന സമയത്താണ് എനിക്ക് കാശിയിൽ തൊഴാൻ ഭാഗ്യം കിട്ടിയത്. ഗംഗാസ്നാനം, പൂർവികർക്കുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്ത് കാശി വിശ്വനാഥനെ നമസ്കരിച്ച് ഞാൻ വിശ്രമിക്കുമ്പോഴാണ് എൻ്റെ മൊബൈൽ UK യാത്രയ്ക്ക് അനുമതി ലഭിച്ച വിവരം പാലക്കാട് നിന്നും ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചതായി ഞാൻ കാണുന്നത്. പൂർവികരുടെ അനുഗ്രഹവും ഗുരുകൃപയും ബാബയുടെ അനുഗ്രഹവും എനിക്ക് അറിയാൻ സാധിച്ചു. ഒറ്റയ്ക്ക് ആരുടെയും സഹായവുമില്ലാതെ ഞാൻ UKയിലെത്തി. ഗുരുകൃപയാൽ അവിടെയുള്ളവർ എന്നെ താമസ സ്ഥലത്തെത്തിച്ചു. എല്ലാം എനിക്ക് വളരെ അനുയോജ്യമായി തോന്നി. പരിചയപ്പെടുന്നവർ എല്ലാം എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നു. മഹാവതാർ ബാബാജിയുടെയും ബാബയുടെയും ഫോട്ടോ ഞാൻ എൻ്റെ മുറിയിൽ ആദ്യം തന്നെ വെച്ചു. വന്ന് കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ജോലി കിട്ടി. ഒരു ഫാക്ടറിയിലാണ് എനിക്ക് പാർട്ട് ടൈം ജോലി കിട്ടിയത്. ജോലി ഭാരം എനിക്ക് കുറവുള്ളതുകൊണ്ട് തന്നെ ഞാൻ സായി സച്ചരിതം, മോഹൻജി സത്സംഗ് എന്നിവ കേട്ടുകൊണ്ടിരുന്നു. സച്ചരിതവും മോഹൻജി ഗായത്രിയും കേൾക്കുന്തോറും എനിക്ക് എൻ്റെ സാഹചര്യങ്ങൾ ഏറ്റവും മനോഹരമായ അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരുന്നു. ബാബയോട് ഞാൻ മനസ്സിൽ ഒരു കാര്യം ആവശ്യപ്പെട്ടു. 7 തവണ ഞാൻ തുടർച്ചയായി സച്ചരിതം വായിച്ചു കഴിയുമ്പോൾ എനിക്ക് ഒരു മിറക്കിൾ കാണിച്ചു തരണേ എന്ന്. ഞാൻ 6 തവണ സച്ചരിതം വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫാക്ടറിയിലെ ജോലി നഷ്ടപ്പെട്ടു. യൂണിവേഴ്സിറ്റി പഠനം, ക്ലാസുകൾ, തിരക്കുകൾ ഇവ കാരണം എനിക്ക് ജോലിക്ക് കൃത്യമായി പോകാൻ കഴിഞ്ഞിരുന്നില്ല.
പിന്നെ ഒരാഴ്ച ഞാൻ വെറുതെ ഇരിക്കേണ്ടി വന്നു. ആ ഒരാഴ്ച ഞാൻ വളരെ വിഷമിച്ചു. കാരണം ഞാൻ UK-യിലെ ജീവിതത്തിന് വേണ്ടി ഒരു ബൈക്ക് വാങ്ങിയിരുന്നു. പാർട്ട് ടൈം വരുമാനം ഉള്ളതിനാലാണ് ഞാൻ ഇതൊക്കെ വാങ്ങിയത്. താമസ സ്ഥലത്ത് വാടക മുതലായതെല്ലാം ബുദ്ധിമുട്ടായി. ഞാൻ ബാബയോട് എൻ്റെ വിഷമം പറഞ്ഞു. എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. ഈ പ്രതിസന്ധിയിലും ഞാൻ സച്ചരിതം വായന തുടങ്ങി. 7-ാമത്തെ സപ്താഹവും വായന കഴിയുമ്പോഴേക്കും എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു. UK-യിലെ കിങ് സോളിസിറ്റർ ഫേമിൽ നിന്നും ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു. ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമായിരുന്നു അത്. എൻ്റെ കൂടെ LLM-ന് പഠിക്കുന്ന ആർക്കും ആ ഭാഗ്യം കിട്ടിയിരുന്നില്ല. ഞങ്ങളെല്ലാം പഠിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടിയാണ്. എന്നാൽ എനിക്ക് പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ അത് ലഭിച്ചു. ബാബയും മോഹൻജിയും എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് ഉറപ്പായി. പാർട്ട് ടൈം ജോലിയും പഠനവുമായി ഞാൻ മുന്നോട്ട് പോകുന്നു. കൂടെ ഗുരുവും ബാബയും ഉള്ളപ്പോൾ എല്ലാ കാര്യവും അനുകൂലമാകും എന്ന് എനിക്കുറപ്പുണ്ട്. ഓം സായിറാം. ജയ് മോഹൻജി. ധന്യ. സജ്ജനങ്ങളെ, ഇത്രയുമാണ് ധന്യ എഴുതിയ അനുഭവത്തിലുള്ളത്. എല്ലാവർക്കും ബാബയുടെയും മോഹൻജിയുടെയും അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ.